The subscriber is currently switched off. Please try after some time. സ്വിച്ച് ഓഫ് ഇത്ര നേരം കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് എന്തുവേട് രമേശ് അണ്ണ കണ്ടോ? ഞാനും കണ്ടില്ല, വല്ല ഷാപ്പിലോ വാറിലോ വല്ലതും കാണും പോയി. അവിടെ ഒന്നും ഇല്ല, അവിടെ നിന്നാണ് നോക്കി. ഇനി ആറ്റി വല്ലം ചാടിയതാണോ? ഏയ് വഴിയില്ല, കാരണം പുള്ളി കുളിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എവിടെ ചെന്ന് തപ്പൂടായി പുള്ളി ഇത്ര നേരം കൊണ്ട് തുടങ്ങിയത്? അണ്ണാ, രമേശ് അണ്ണാ അവിടെ വന്നേ. ആ എനിക്കറിയാടാ. എന്നെ പിടിച്ചോണ്ട് കൊടുക്കാനില്ലേ? പിടിച്ചോണ്ട് കൊടുക്കാൻ നിൽക്കുന്ന ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ് കൊണ്ട് വന്നേക്കുന്നു. അയ്യോ അണ്ണാ നിക്കണ അണ്ണാ, എന്നെ ഇങ്ങനെ ഓടിക്കല്ലേ. ഞാൻ വയ്യാത്തവനാന്നേ. വയ്യാത്തവനാണെങ്കിൽ വീട്ടിൽ ഇരിക്കണമായിരുന്നടാ. അവിടെ നിക്ക. അയ്യോ എന്തോ ഓട്ടമാണ് ഓടിയത്. അണ്ണാ എവിടെ പോയി കിടക്കുമായിരുന്നു? ചേച്ചിയും പിള്ളേരും ഒക്കെ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എടാ എനിക്ക് ജീവിക്കാൻ കൊതിയാടാ. അതിന് മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ. എന്നെ കൂടെ ഓടിച്ച് ഈ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ട്? എടാ നിനക്കറിയാലോ, ഞാൻ കുറച്ചൊക്കെ മദ്യപിക്കും. അറിയാം. വീട്ടിൽ കുറച്ച് അലമ്പൊക്കെ ഉണ്ടാക്കും. ആ നാട്ടുകാർക്കും അറിയാം. നീ കുടിക്കത്തില്ലേ? അത് ആവശ്യത്തിനൊക്കെ. അപ്പൊ നിനക്കും ആവശ്യമുണ്ട്. എടാ അതിന്റെ പേരില് ഈ ഡിസംബർ 13-ന് ഇവൾ അവിടെ വീട്ടുകാരെല്ലാം വിളിച്ചു വരുത്തോ വീട്ടിലോട്ട്. എന്തിന്? എന്നെ എങ്ങോട്ടോ കൊണ്ട് കളയാനൊക്കെ. അയ്യോടാ, എന്നിട്ട് അവള് പറഞ്ഞൊരു ഡയലോഗ് കേട്ടോ, എന്തുവണ്ണാ? ജീവൻ കണ്ടാൽ പഠിക്കട്ടെന്ന്. എന്റെ പൊന്നു മുടിഞ്ഞവനെ, നിങ്ങളുടെ ജീവൻ കണ്ടാലും നല്ല ചേച്ചി ഉദ്ദേശിച്ചു. ഡിസംബർ 13 വിനോദ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ജീവൻ എന്ന് പറഞ്ഞ സിനിമ റിലീസാണ്. ആ സിനിമ നിങ്ങളെ കൊണ്ട് കാണിക്കുന്ന കാര്യമാണ് ചേച്ചി പറഞ്ഞത്. അത് കണ്ടാലെങ്കിലും നിങ്ങൾ നന്നാവുമെന്ന് കരുതി. ഒരു സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാ നന്നാവുന്ന? എല്ലാ സിനിമയും പോലെ അല്ലിത്. നിങ്ങളെ പോലുള്ള മദ്യപാനികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയായത്. അണ്ണാ ഇതിന്റെ ട്രെയിലർ വരെ കണ്ടിട്ട് നന്നായ ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ നീ വരുന്നുണ്ട് സിനിമ കാണാൻ? ഒരാഴ്ച മുമ്പേ അവളും പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് കാണിക്കണമെന്ന്. അപ്പൊ ഡിസംബർ 13 നമുക്ക് ഒരുമിച്ച് പോയി ജീവൻ സിനിമ കാണാം. ഞങ്ങള് മാത്രമല്ല, നിങ്ങളും.